മണ്ഡലപൂജ അടുത്തതോടെ ശബരിമലയിൽ ഭക്തജന തിരക്കേറുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ ദർശനം നടത്തിയത് 1,00,000-ലധികം പേരാണ്. തിരക്കേറിയതോടെ ഒരാൾക്ക് നൽകുന്ന അരവണ പ്രസാദത്തിന്റെ എണ്ണം 10 ചുരുക്കിയിട്ടുണ്ട്. കൊടും തണുപ്പിനെ പോലും അവഗണിച്ചാണ് തീർത്ഥാടകർ ദർശനത്തിനെത്തുന്നത്. സന്നിധാനത്ത് നിന്ന് കെ ബി ശ്രീധരൻ വിശദാംശങ്ങൾ നൽകും. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ നല്ല ദിവസം ആശംസിക്കുന്നു. അതിമനോഹരമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ശ്രീധരൻ ഇപ്പോഴുള്ളത്. തിരക്ക് നിയന്ത്രണ വിധേയമാണോ? ഈ 10 അരവണ എന്നത് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് മോത്തി. ഏതായാലും ശബരിമല പതിവ് പോലെ തന്നെ ഭക്തി സാന്ദ്രമായിട്ട് ശരണം വിളികളോടെയുള്ള അന്തരീക്ഷവുമായിട്ട് തന്നെയാണ് ഉള്ളത്. നിലവിൽ വലിയ തോതിൽ ഭക്തജന തിരക്കുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ തിരക്ക് അല്പം കുറവായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആളുകൾ കൂടുതൽ, തിങ്കളാഴ്ച ദിവസം മാത്രം ഏതാണ്ട് 1,50,000-ലധികം അയ്യപ്പന്മാരാണ് ദർശനം നടത്തിയത്. ഇന്നും രാവിലെ നോക്കിയാൽ 7 മണിവരെ ഏതാണ്ട് 30,000-ഓളം അയ്യപ്പന്മാർ ദർശനത്തിന് എത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസത്തിന് സമാനമായിട്ടുള്ള തിരക്ക് ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും തങ്കയങ്കി ഘോഷയാത്ര, അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ സന്നിധാനമുള്ളത്. 26-ാം തീയതി തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പമ്പയിലെത്തും. ഉച്ചയ്ക്ക് ശേഷം സന്നിധാനത്തേക്ക് പുറപ്പെടുകയും വൈകിട്ട് അയ്യപ്പന് ആ സ്വർണ്ണ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടക്കുകയും അതിനുവേണ്ടിയുള്ള ആ ദർശനത്തിന് വേണ്ടി നിരവധി ആളുകൾ എല്ലാ വർഷവും വരാറുണ്ട്. ആ സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ കണ്ട് തൊഴുത് സായുജ്യമടയാൻ വേണ്ടി അയ്യപ്പന്മാർ ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. കർശന നിയന്ത്രണങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇപ്പോൾ രാവിലെ ഉഷപൂജ കഴിഞ്ഞ് ശബരിമലയിൽ നട തുറന്നിരിക്കുകയാണ്. നേരത്തെ മോത്തി സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തണുപ്പൊക്കെ സന്നിധാനത്തുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 20 ഡിഗ്രിയിൽ താഴെയായിരുന്നു രാത്രിയിലെ താപനില. ഇന്നും സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണുള്ളത്. കൊച്ചുകുട്ടികളും പ്രായമായവരൊക്കെ ഈ തണുപ്പിനെയും മറികടന്ന് വരി നിന്ന് ഏറെ നേരം, മണിക്കൂറുകളോളം വരി നിന്നതിന് ശേഷമാണ് അയ്യപ്പ ദർശനം സാധ്യമാകുന്നത്. ഏതായാലും ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ദേവസ്വം ബോർഡും പോലീസുമൊക്കെ പരമാവധി നടത്തുന്നുണ്ട്. ഈ വരി നിൽക്കുന്ന ആളുകൾക്കൊക്കെ വെള്ളം നൽകുക, അതുപോലെ തന്നെ ലഘുഭക്ഷണം നൽകുക തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ പതിവ് പോലെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും മണ്ഡലപൂജ അടുക്കുംതോറും കൂടുതൽ തിരക്കുണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് കൂടുതൽ ക്രമീകരണങ്ങൾ, കൂടുതൽ പോലീസ് സംവിധാനങ്ങൾ പലയിടത്തായിട്ട് മാറ്റി അവരെയൊക്കെ ക്രമീകരിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. 26-ാം തീയതി ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പങ്കെടുക്കുന്ന അവലോകന യോഗം പമ്പയിൽ നടക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുതിർന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും ചെയ്യും. 27-ന് ഉച്ചയോടുകൂടിയാണ് മണ്ഡലപൂജ നടക്കുക. അതിനുശേഷം രാത്രി ഹരിവരാസനം പാടി നടയടക്കുന്നതോടുകൂടി 41 ദിവസം നീണ്ടു നിൽക്കുന്ന ആ വ്രതശുദ്ധിയുടെ ആ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകും. പിന്നീട് 30-ാം തീയതിയായിരിക്കും മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി നട വീണ്ടും തുറക്കുക. നിലവിലേതായാലും മണ്ഡലപൂജ അടുത്തോടെ കൂടുതൽ ആളുകൾ സന്നിധാനത്തേക്ക് എത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാനനപാത വഴി തീർത്ഥാടകരുടെ എണ്ണം പതിവ് പോലെ ഇത്തവണ കൂടുതൽ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് സന്നിധാനത്ത് നിലവിൽ കാണാൻ കഴിയുന്നത്.